ഹായ് ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ MPC 011 സൈക്കോപാത്തോളജിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഫ്രോയിഡിന്റെ ബാക്കി കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എത്തി നിൽക്കുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ചസ്, സൈക്കോപാത്തോളജി, അതായത് ഓരോ വിഭാഗങ്ങളും എങ്ങനെയാണ് മനുഷ്യന് മാനസിക പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറയുന്നതാണ് സൈക്കോളജിക്കൽ അപ്രോച്ചസ്. ഓരോരോ ഇപ്പൊ സൈക്കോനാലിസിസ് ഒരു രീതിയാണ് പറയുന്നതെങ്കിൽ ഹ്യൂമനിസ്റ്റിക്കാർ വേറെ രീതിയാണ് പറയുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ആര് പറയുന്നത്, ബിഹേവിയറിസ്റ്റുകാർ. ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. അവർ അവരിൽ ഉറച്ചു വിശ്വസിക്കുകയും മറ്റുള്ളതിനെ തള്ളി പറയുകയും ചെയ്യുന്നു ഉണ്ട്. അപ്പോ നമ്മള് ഏർലി അപ്രോച്ചസിൽ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞത് ഫ്രോയിഡിന്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഏർലി അപ്രോച്ചസിന്റെ ഇൻട്രൊഡക്ഷനും സൈക്കോനാലിറ്റിക് അപ്രോച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ സൈക്കോനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം അനാലിസിസ് ഓഫ് മെന്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ആണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആണ്, അതായത് സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ഫ്രോയിഡിന് പ്രകാരം നമുക്ക് 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ട്. അതായത് ഓരോ കാലത്തിനനുസരിച്ചിട്ട് ഓരോ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ട്. ഓരോ സമയത്തും ഓരോ ഓർഗൻ, അതായത് ശരീരത്തിലെ ഒരു ഓർഗൻ ആയിരിക്കും എറോജീനിയസ് സോൺ. എന്താണ് എറോജീനിയസ് സോൺ? ഈ എറോജീനിയസ് സോണ് കൃത്യമായ രീതിയിൽ സ്റ്റിമുലേറ്റ് ആവണം. അതായത് അതിന് കിട്ടേണ്ട ഫീലിങ്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടണം. കൂടാനോ കുറയാനോ പാടില്ല. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പറ്റുന്ന അവസ്ഥയാണ് ഫിക്സേറ്റഡ് എന്നാണ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ് ആണ്. കുഞ്ഞ് സക്കിങ്ങിലൂടെയാണ് പ്ലഷർ കണ്ടെത്തുക. അതായത് ബ്രസ്റ്റ് സക്ക് ചെയ്യുന്നതിലൂടെയാണ് കുഞ്ഞ് സംതൃപ്തി കണ്ടെത്തുക. അപ്പോൾ ആ സക്കിങ് എന്ന് പറയുന്നത് 6 മാസം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് കൊടുത്തു തുടങ്ങണം? സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങണം. അല്ലാതെ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? വെറും മുലപ്പാല് മാത്രം, അതായത് വെറും സക്കിങ് പ്ലഷർ മാത്രമായിരിക്കരുത് കുട്ടിക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് കുട്ടി ഫിക്സേറ്റഡ് ആവും. അതായത് ഓരോ ഡെവലപ്മെന്റൽ പീരീഡിലും ഓരോ എറോജീനസ് സോൺ ഉണ്ട്. അതിന്റെ പ്ലഷർ അണ്ടർ എക്സാജറേറ്റും ഓവർ എക്സാജറേറ്റും ആവാൻ പാടില്ല. അതായത് 3 മാസത്തിന് മുന്നേ തന്നെ സോളിഡ് കൊടുക്കാനും പാടില്ല. 6 മാസത്തിന് ശേഷം വെറും മുലപ്പാൽ മാത്രം കൊടുക്കാൻ പാടില്ല എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആവുകയും പിൽക്കാലത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓവറായിട്ട് പാല് കുടിക്കുകയാണ്, അതായത് 6 മാസം കഴിഞ്ഞിട്ടും സോളിഡ്സ് ഒന്നും കൊടുക്കാതെ വെറും മുലപ്പാൽ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പിൽക്കാലത്ത് തെറി വിളിക്കുക, അതുപോലെ തന്നെ സ്മോക്കിങ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതായത് ഓരോ ഏജിലും സംഭവിക്കേണ്ട എറോജീനിയസ് സോണിന്റെ പ്ലഷർ ഉണ്ട്. ആ പ്ലഷറിൽ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കുട്ടി ഫിക്സേറ്റഡ് ആവുകയും അഡൾട്ട് ആവുമ്പോൾ, അതായത് പ്യൂബർട്ടിക്ക് ശേഷം ആ ഫിക്സേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസിന്റെ ബാക്കി പത്രമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ആള് കാണിക്കും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ്. Freud theorized that during childhood we pass through a number of psychosexual stages of development. നമ്മള് ഒരുപാട് സൈക്കോസെക്ഷൽ സ്റ്റേജസിലൂടെ കടന്നു പോകുമെന്ന് ഫ്രോയിഡ് തിയറൈസ് ചെയ്തിട്ടുണ്ട്. Each stage of development represent a specific period of development where one basic needs arise and under or over gratification of the need at any stages leave a strong impression on the individual in form of a fixation or psychopathology reflected throughout adult life. നോക്കി, ഇതാണ് മെയിൻ പോയിന്റ്. ഈ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലും ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അവിടെ ബേസിക് നീഡ് ഉണ്ടാവും, ഒരു സോൺ ബേസിക് നീഡും ഉണ്ടാവും. ആ ഏരിയ ഓവർ ഗ്രാറ്റിഫിക്കേഷനോ അണ്ടർ ഗ്രാറ്റിഫിക്കേഷനോ ആവുകയാണെങ്കിൽ ലീവ്സ് എ സ്ട്രോങ്, അവിടെ ബാക്കി പത്രമായിട്ട് ഒരു സ്ട്രോങ് ഇംപ്രഷൻ ആ ഇൻഡിവിജ്വൽ ഉണ്ടാവും. എന്തായിട്ടാ ഉണ്ടാവുക? ഫിക്സേഷൻ അല്ലെങ്കിൽ സൈക്കോപാത്തോളജി. അതായത് ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയി പോയാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അതിന്റെ ബാക്കി പത്രം കാണിക്കും. അതൊരു മാനസിക രോഗമായിട്ടോ അല്ലെങ്കിൽ ഫിക്സേറ്റഡ് ആയിട്ടോ
ആയിരിക്കും, ചിലപ്പോൾ ഒരു സ്മോക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാനസിക രോഗമായിട്ടത് മാറും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. In each of stages, energy of sexual instinct, libido is situated in different parts of the body. ഞാൻ പറഞ്ഞല്ലോ ഓരോ പ്രായത്തിലും ഈ എനർജി, സെക്ഷൽ എനർജി എവിടെയാണ്, ഓരോ പാർട്സിലാണ്. അപ്പൊ പിന്നെ പ്രസവിച്ച ഉടനെ മുതൽ ഒരു 2 വയസ്സ് വരെ മൗത്ത് ആണ് എറോജീനിയസ് സോൺ. അത് കഴിഞ്ഞാൽ ഏനസ്, വേസ്റ്റ് ഡിസ്പോസൽ ആണ്. അങ്ങനെ ഓരോ സ്റ്റേജിലും, അതിൽ ലാറ്റൻസി സ്റ്റേജിൽ മാത്രമാണ് എറോജീനിയസ് സോൺ ഇല്ലാത്ത. അപ്പോൾ ഓരോ ഏജിലും ഈ ലിബിഡോ, സെക്ഷൽ എനർജി ഇരിക്കുന്നത് ഓരോ ഏരിയയിലാണ്, ഓരോ ബോഡി പാർട്സിലാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഓറൽ സ്റ്റേജ്. ബർത്ത് മുതൽ 2 വയസ്സ് വരെയാണ് ഓറൽ സ്റ്റേജ്. In oral stage, the major source of pleasure is mouth, where the infant bites through mouth. Any fixation at this stage appears in form of nail biting, chewing, pencils, paper, etc., smoking cigarettes. കണ്ടോ, 2 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുഞ്ഞ് എങ്ങനെയാണ് പ്ലഷർ കണ്ടെത്തുന്നത്? സക്കിങ്ങിലൂടെയും ബൈറ്റിങ്ങിലൂടെയും. ഒരു 6 മാസം വരെയൊക്കെ സക്കിങ് ആണ്, പിന്നെ കടിക്കുന്നതിലൂടെ. അപ്പം ഈ ഒരു സമയത്ത് ഫിക്സേറ്റഡ് ആയാൽ, അതായത് ഈ ഒരു സക്കിങ്ങോ ബൈറ്റിങ്ങോ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിക്സേറ്റഡ് ആവും. പിന്നീട് പിൽക്കാലത്ത് എന്താ കാണിക്കുക? നെയിൽ ബൈറ്റിംഗ്, നഖം കടിക്കുക, ചൂയിങ് ഒക്കെ ചവച്ചോണ്ടിരിക്കുക, പെൻസിൽസ്, ചൂയിങ് മാത്രമല്ല കേട്ടോ, സ്നാക്സ് ഒക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, പെൻസിൽസ് കഴിച്ചുകൊണ്ടിരിക്കുക, പേപ്പർ കഴിച്ചുകൊണ്ടിരിക്കുക, സ്മോക്കിംഗ്, സിഗരറ്റ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ ആണോ? ഇനി സെക്കൻഡ് സ്റ്റേജ് ഏനൽ സ്റ്റേജ് ആണ്. 2 to 3 years ആണ് അത് വരുന്നത്. ഇൻ ദ ആനൽ സ്റ്റേജ് വിച്ച് എക്സ്റ്റെൻഡഡ് ഫ്രം 2 to 3 years, ടോയ്ലറ്റ് ട്രെയിനിങ് ബിഗിൻസ്. അവിടെ കുഞ്ഞ് വേസ്റ്റ് ഡിസ്പോസലിലാണ് ആനന്ദം കണ്ടെത്തുക. നമ്മൾ ഹാർഷായിട്ട് അടിയും കുത്തും ഒക്കെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെയാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നെങ്കിലും കുട്ടി ഫിക്സേറ്റഡ് ആവും. അല്ലെങ്കിൽ തോന്നിമാരെ എവിടെ വേണമെങ്കിലും, ലൈക്ക് രണ്ടും മനസ്സിലാക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഒന്ന് ഓവർ കെയറിങ്, ഒന്ന് ഹാർഷ്, ഓവർലി അവിടെ ഇടാൻ പറ്റുള്ളൂ ഇവിടെ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് ആക്കിയതെങ്കിലും അത് അടിയും കുട്ടും ചവിട്ടും ഉള്ള രീതിയിലാണ്. രണ്ടാണെങ്കിലും ഫിക്സേറ്റഡ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, എനി കോൺഫ്ലിക്ട് ഓർ ഫിക്സേഷൻ അറ്റ് ദിസ് സ്റ്റേജ് അപ്പിയേഴ്സ് in a form of person who's very neat. ഒന്നെങ്കിൽ ആള് വലിയ വൃത്തിക്കാരനാവും, ക്ലീൻ ആൻഡ് സ്ട്രിക്റ്റ് ആവും, ഫോളോയിങ് റൂൾസ് ആണ്, വളരെ റിജിഡ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന, അവിടെ ഇവിടെ എന്നൊക്കെയുള്ള രീതി റിജിഡ് റൂൾസ് ഫോളോ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഭയങ്കര നീറ്റ്, അല്ലെങ്കിൽ ഒട്ടും നീറ്റ് ഇല്ലാത്തവൾ ഒക്കെയാണ് ആയി മാറുക. അതായത് ഈ ആനൽ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആകുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ഓവർ നീറ്റ്നെസ് അല്ലെങ്കിൽ തീരെ നീറ്റ്നെസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ സ്റ്റേജസ് ഒന്നുകൂടി വിശദമായിട്ട് പറയുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സ് പാരന്റിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നും എന്നുള്ള രീതിയിലാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഫാലിക് സ്റ്റേജ് ബിഗിൻസ് അറ്റ് 3 years and goes up to 5 years. In the stage, boys have Oedipus complex, a wish to have a sexual attachment with mother. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാല് അമ്മയോട് ബോയ്സിന് ഒരു സെക്ഷൽ അട്രാക്ഷൻ, വൈൽ ഗേൾസ് ഷിഫ്റ്റ് അവേ ഫ്രം ദ മദർ ആൻഡ് ഗെറ്റ് ക്ലോസ് ടു ഫാദർ, ഇറ്റ് എക്സ്പീരിയൻസ് കോൾഡ് ഇലക്ട്ര കോംപ്ലക്സ്. അവിടെ എന്താ പറയാ, ഗേൾസിനാണെങ്കിൽ അച്ഛനോടൊരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ സ്റ്റേജ് ലാറ്റൻസി സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒരു സോൺ ഒന്നുമില്ല, അതായത് ഒരു ഏരിയ ഒന്നുമില്ല, കൂട്ടുകൂടുന്ന ഒരു പ്രായമായിട്ടാണ് ലാറ്റൻസി സ്റ്റേജിനെ കാണുന്നത്. ലാറ്റൻസി 5 to 12 years. ഇൻ ദ സ്റ്റേജ്, ഈ ലാറ്റൻസിയിൽ മാത്രം, അതായത് 5 മുതൽ 12 വയസ്സ് വരെയുള്ള ലാറ്റൻസി സ്റ്റേജിൽ മാത്രമാണ് സെക്സ് ഡ്രൈവ്സ് ആർ സബ്സൈഡഡ് and child is mainly engaged in acquiring social, academic and professional skills. ഈ ഒരു പ്രായത്തിൽ സെക്ഷൽ ഡ്രൈവ്സ് ഒന്നും ഉണ്ടാവില്ല. അക്കാഡമിക്സ് ആയിട്ടും കൂട്ടുകൂടാനൊക്കെയാണ് കുഞ്ഞു കൂടുതൽ ശ്രമിക്കുക. ഈ സമയത്ത് ഫിക്സേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾവലിഞ്ഞ പ്രകൃതമായി മാറുമെന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ജെനിറ്റൽ. അത് 12 years ഓൺവേർഡ്സ് ആണ്. ലാറ്റൻസി സ്റ്റേജസ് വേർ ഇൻ ഇൻട്രസ്റ്റ് സെക്ഷൽ ഡ്രൈവ് ഇസ് ലെസ്, ബട്ട് ഇൻ ജെനിറ്റൽ സ്റ്റേജ്, അതായത് ലാറ്റൻസി സ്റ്റേജിൽ സെക്ഷൽ ഡ്രൈവ് കുറഞ്ഞത് ജെനിറ്റൽ സ്റ്റേജിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. വേർ ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് ടെൻഡൻസി ടു ഇംപ്രസ് ഓപ്പോസിറ്റ് സെക്സ് ഡെവലപ്സ്. ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും കണ്ടോ, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, സെയിം സെക്സിനോടും ഡെവലപ്പ് ആവും കേട്ടോ. One is more preoccupied to make a good impression on members of opposite sex through one's look, dress and conversation. നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനെയോ അല്ലെങ്കിൽ സെയിം സെക്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ ലുക്കും ഡ്രസ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. Often you see a young growing up standing in front of mirror and either trying to focus how to look even better. അതുകൊണ്ടാണ് ആ സമയത്ത് കുറെ നേരം കണ്ണാടിയുടെ മുന്നിലൊക്കെ ചിലവഴിച്ച് ലുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
Each stage of development is important for a healthy adjustment. ഓരോ പ്രായവും ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയി പോയാൽ അതിന്റെ ബാക്കി പത്രമായിട്ടാണ് എന്ത് വരിക, നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരിക എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ആൻഡ് ഫിക്സേഷൻ അറ്റ് എനി സ്റ്റേജ് മേ റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് സൈക്കോപാത്തോളജി ഓർ ആൻ ഇമ്മീഡിയറ്റ് ബിഹേവിയർ. ഒന്നെങ്കിൽ മാനസിക പ്രശ്നമായിട്ട് അത് വളരും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബാഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് അത് മാറും എന്നാണ്. അപ്പൊ സൈക്കോസെക്ഷൽ സ്റ്റേജസ് അഗെയിൻ ഞാൻ പറയാൻ, ഞാൻ ഗ്രൂപ്പിലും കൂടി ആ വീഡിയോസ് ഇട്ടേക്കാം. ഇതിനൊക്കെ ഒരു വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പേഴ്സണലി അയച്ചേക്കാം. കുറച്ചുകൂടി വിശദമായിട്ട് സൈക്കോസെക്ഷൽ സ്റ്റേജസിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആണ്. ഏതെങ്കിലും ഒരു സ്റ്റേജ് ഓവർ ഗ്രാറ്റിഫൈഡോ അണ്ടർ ഗ്രാറ്റിഫൈഡോ ആയാൽ നമ്മൾ ആ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആവും. അതിന്റെ പ്രത്യാഘാതം കാണിക്കുക നമ്മൾ പിൽക്കാലത്ത് അഡൽട്ട് ആവുമ്പോഴാണ്. അത് ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന്. ഇനി അടുത്തതാണ് ആൻസൈറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസം. അതായത് ഈ ഈഗോ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, ഇഡും സൂപ്പർ ഈഗോ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈഗോ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി, രണ്ടിനെ ഒന്ന് അടക്കി നിർത്താനൊക്കെ ഈഗോ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ പേരാണ് ഡിഫൻസ് മെക്കാനിസം. ഈ ഈഗോ സൂപ്പർ ഈഗോ ഒക്കെ പണി തരുമ്പോൾ നമുക്ക് ആൻസൈറ്റി ആണ് ഉണ്ടാവുക എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. സോ ഈ ആൻസൈറ്റി എന്നൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മുടെ ഇഡെടുക്കുന്ന സ്ട്രാറ്റജിയാണ് ഡിഫൻസ് മെക്കാനിസം. Freud noted that a major drive for most people is reduction in tension and that a major cause of tension was anxiety. Anxiety ആണ് നമുക്ക് അല്ല ഒരു മനുഷ്യൻ എപ്പോഴും ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ നീഡ് എന്നാണ് പറയുന്നത്. അതായത് മേജർ ഡ്രൈവ് എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളത് റിഡക്ഷൻ ഇൻ ടെൻഷൻ ആണ്. ഇനി ടെൻഷന്റെ കാരണം എന്താണ്? ആൻസൈറ്റിയുമാണ്. അദ്ദേഹം 3 ടൈപ്പ് ആൻസൈറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഹി ഐഡന്റിഫൈഡ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസൈറ്റി. ഒന്ന് റിയാലിറ്റി ആൻസൈറ്റി ആണ്. അതായത് ഒരു പാമ്പിനെ കണ്ടു, നാളെ പരീക്ഷയാണ്, ഒന്നും പഠിച്ചിട്ടില്ല. റിയാലിറ്റി, അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ആൻസൈറ്റിക്കാണ് റിയാലിറ്റി ആൻസൈറ്റി. ഇതാണ് കേട്ടോ അവിടെ, ഈഗോ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് ബേസിക് ഫോം ഓഫ് ആൻസൈറ്റി ആൻഡ് ഇസ് ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ഫിയേഴ്സ് ഓഫ് റിയൽ ആൻഡ് പോസിബിൾ. റിയൽ ആയിട്ട് കാര്യത്തിൽ നമ്മൾ ആൻസൈറ്റി അല്ലെ, നമ്മൾ ഡെയിലി നമ്മൾ അനുഭവിക്കുന്നില്ല പല റിയൽ ആയിട്ടുള്ള കാര്യത്തിന്, such as being bitten by a dog or falling from a ladder. ഒരു ഏടിന്ന് വീഴാണ്, കോണിന്ന് വീഴാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പട്ടി കടിക്കാൻ വരാണ്. അപ്പൊ റിയലിസ്റ്റിക് ആൻസൈറ്റി ആണ്. ഇത് ബേസിക് ആൻസൈറ്റി ആണ്. The most common way of reducing tension from realistic anxiety is taking oneself away from the situation, running away from the dog or simply refusing to go up the ladder. ഈ റിയലിസ്റ്റിക് ആൻസൈറ്റി മറികടക്കാൻ സിമ്പിൾ ആണ്. അതായത് ആ സിറ്റുവേഷൻ ഒന്ന് മാറിക്ക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് മറികടക്കുക. ആ പരീക്ഷയ്ക്ക് ഒന്ന് പഠിച്ചാൽ ചിലപ്പോൾ ആൻസൈറ്റി കുറയും. ആ പട്ടിയിൽ നിന്ന് മാറി നിന്നാൽ ആൻസൈറ്റി കുറയും. അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ആൻസൈറ്റിയാണ് റിയലിസ്റ്റിക് ആൻസൈറ്റി. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സിറ്റുവേഷന് അവോയ്ഡ് ചെയ്യുക. റിയലിസ്റ്റിക് ആൻസൈറ്റി മനസ്സിലായോ? ഇനിയാണ് ന്യൂറോട്ടിക് ആൻസൈറ്റി. This is a form of anxiety which comes from an unconscious fear that the basic impulse of id, the primitive part of a personality, will take control of the person, leading to eventual punishment. This is thus a form of moral anxiety. ഇനി രണ്ടാമത്തെ ആൻസൈറ്റി ആണ് ന്യൂറോട്ടിക് ആൻസൈറ്റി. ഒരു മോറൽ ആൻസൈറ്റി എന്ന് പറയുന്നത്, അതായത് പിന്നെന്താണ്, നമുക്ക് അൺകോൺഷ്യസ് ഫിയർ ആണ്. ഇഡ് കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തു പോവോ എന്നുള്ള, അതായത് മനുഷ്യരെ പേടിച്ച്, ഇഡ് കാരണം ഉള്ളത് മനുഷ്യരെ പേടിച്ച് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ ഇഡിങ്ങനെ പറയാണ് തട്ടിപ്പറക്കി. അപ്പൊ സൂപ്പർ ഈഗോ പാടില്ല, ആൾക്കാർ കാണും, ആൾക്കാർ നോക്കും, ആൾക്കാർ ചീത്ത പറയുന്ന ഈ ആൾക്കാരുടെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അത്തരത്തിലുള്ള ആൻസൈറ്റിക്കാണ് മോറൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. Okay, moral anxiety. This form of anxiety comes from the fear of violating values and moral codes and appears as a feeling of guilt or shame. Guilt or shame ഒക്കെ ഉണ്ടാവും വെച്ചിട്ടുള്ള ആൻസൈറ്റി. ഇഡ് കാരണമുള്ള ആൻസൈറ്റി ആണ് കേട്ടോ ന്യൂറോട്ടിക്. ശ്രദ്ധിക്കണേ, ഇഡ് കാരണം ന്യൂറോട്ടിക് ആണ്, സൂപ്പർ ഈഗോ കാരണമാണ് മൊറാലിറ്റി. അതായത് പ്ലഷർ വേണം തോന്നാണ്, ആ പിസ തട്ടിപ്പറക്കി എന്ന് തോന്നിയിട്ടുള്ള ആൻസൈറ്റി ആണ് എന്ത്? ന്യൂറോട്ടിക് ആൻസൈറ്റി. പാടില്ല, അത് തട്ടിപ്പറിച്ച ആളുകളോട് നിനക്ക് അടി കിട്ടും എന്നുള്ള രീതിയിലുള്ള ആൻസൈറ്റിയാണ് മോറൽ ആൻസൈറ്റി. സോ റിയലിസ്റ്റിക് ആൻസൈറ്റി, റിയൽ ആയിട്ടുള്ള കാര്യത്തിൽ റിയലിസ്റ്റിക് ആൻസൈറ്റി. പ്ലഷർ ചെയ്യാൻ വേണ്ടിയുള്ള ആൻസൈറ്റിക്ക് ന്യൂറോട്ടിക് ആൻസൈറ്റി. മൊറാലിറ്റി, മനുഷ്യരെന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ തടഞ്ഞു നിർത്തുമ്പോൾ ആൻസൈറ്റി മോറൽ ആൻസൈറ്റി. ഇനി the ego is always threatened by the possibility of expression of irrational and antisocial sexual and aggressive drive of it. ഈഗോക്ക് തലവേദന ആരാന്നറിയോ?
ഇട്ടാണ്. ഇട്ടെന്ന് വെച്ചാൽ പ്ലഷർ പ്രിൻസിപ്പിൾ ആണല്ലോ, അപ്പൊ കാര്യങ്ങൾ നടക്കണല്ലോ. പ്ലഷർ പ്രിൻസിപ്പിൾ അതിനെ കൊണ്ട് തന്നെ ഇഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ സോറി, ഈഗോക്ക് ഇങ്ങനെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പുള്ളിക്കാരൻ ഫുൾ, അല്ലെങ്കിൽ കുരുത്തക്കെട്ട കാര്യേ ഇഡ് പറയുള്ളൂ. സോ ഇഡ് കൊണ്ട് ഈഗോക്ക് തലവേദന. ദാസ് the ego fights a battle to stay on the top of id and super ego. അപ്പൊ ഈ രണ്ടിന്റെ മുകളിലും കയറി നിൽക്കാൻ ഈഗോ ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ടും തലവേദന. ഇഡാണ് കൂടുതൽ, സൂപ്പർ ഈഗോയും തലവേദന തന്നെയാണ്. The conflicts between id and super ego produce anxiety that is a threat to ego. ഈ ഇഡും ഈഗോയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി വരുന്നത്. അത് ഈഗോയ്ക്ക് ഒരു ത്രെറ്റ് ആണ്. രണ്ടിനെ ഈഗോ ആണല്ലോ തടഞ്ഞു നിർത്തുന്നത്. The threat or anxiety experienced by ego is a signal that alerts the ego to use unconscious protective process that keep primitive emotions associated with the conflict in check. കണ്ടോ, ഇഡും ഈഗോയും ത്രെട്ട് ചെയ്യുമ്പോൾ, സോറി, ഇഡും സൂപ്പർ ഈഗോയും ത്രെട്ട് ചെയ്യുമ്പോൾ, ഈഗോനെ ത്രെട്ട് ചെയ്യുമ്പോൾ ഈഗോയ്ക്ക് അൺകോൺഷ്യസ്ലി ഇതിനെ പിടിച്ചു നിൽക്കണം. ഇമോഷൻസിനെ അടക്കി നിർത്തിയിട്ട് ആ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആക്കണം. ഈ പ്രൊട്ടക്റ്റീവായിട്ട് ഈ ഇഡിനെയും സൂപ്പർ ഈഗോനെയും അടക്കി നിർത്താൻ പ്രൊട്ടക്റ്റീവായിട്ട് ഈഗോ ചെയ്യുന്ന മെക്കാനിസമാണ് ഡിഫൻസ് മെക്കാനിസം. ദീസ് പ്രൊട്ടക്റ്റീവ് പ്രോസസ് ആർ ഡിഫൻസ് മെക്കാനിസം ഓർ കോപ്പിംഗ് സ്റ്റൈല്. അതായത് ഇഡൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അടക്കി നിർത്താൻ ഈഗോ എടുക്കുന്ന ഒരു പണിയാണ് ശരിക്കും എന്ത്, ഡിഫൻസ് മെക്കാനിസം. ഓക്കെ ആണോ? ഓക്കെ ആണോ? All defense mechanisms share two common properties. എല്ലാ ഡിഫൻസ് മെക്കാനിസത്തിനും രണ്ട് കോമൺ പ്രോപ്പർട്ടി ആണ് ഉള്ളത്. They often appear unconsciously and they tend to distort, transform or otherwise falsely reality. കണ്ടോ, അതായത് ചില സമയത്ത് അത് അൺകോൺഷ്യസ്ലി ഡിസ്റ്റോർട്ട് ചെയ്യാൻ നോക്കും, എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഫോൾസ് റിയാലിറ്റി ഒക്കെ ആക്കാൻ നോക്കും. അതായത് ഒരു ഈഗോ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിനെ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യാനോ വേറെ എങ്ങോട്ടെങ്കിലും വേറെ ആരിലേക്കെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഫോൾസിഫൈ ചെയ്യാനോ ഒക്കെയാണ് നോക്കുക ഒരു രീതി. ഇൻ ഡിസ്റ്റോർട്ടിംഗ് റിയാലിറ്റി ദർ ഇസ് എ ചേഞ്ച് ഇൻ പെർസെപ്ഷൻ വിച്ച് അലൗസ് for a lessening of anxiety with corresponding reduction of felt tension. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ഒരു ചെറ്റത്തരം ചെയ്യും, നമുക്കറിയാം നമ്മൾ ചെയ്ത് ചെറ്റത്തരമാണ് എന്ന്. മോശപ്പെട്ട ഒരു കാര്യം ചെയ്തു, നമുക്കറിയാം അതൊരു വളരെ മോശപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പൊ എന്താണ്, നമുക്ക് ആൻസൈറ്റി വരും. അപ്പം ഇട്ട് ചെയ്തൊരു പണിയാണ്, ഓള് പണ്ട് എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ ചെയ്തു, ഒരു പ്രശ്നവും. ഇതാണ് ഡിഫൻസ് മെക്കാനിസം. കണ്ടോ, നമ്മളെ ടെൻഷൻ കുറയ്ക്കാൻ വേറെ എന്തെങ്കിലും രീതിയിലാക്കി ഡിസ്റ്റോർട്ട് ചെയ്ത് നമ്മളെ മാറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോലെ, അപ്പം എന്താക്കും, പണ്ട് ഓൾ അത് അർഹിക്കുന്നതാണ് എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും, അൺകോൺഷ്യസ്ലിയോ കോൺഷ്യസ്ലിയോ. ഇതാണ് ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രോയിഡ് ലിസ്റ്റ് ഓഫ് ബേസിക് ഡിഫൻസ് മെക്കാനിസം ഇൻക്ലൂഡ്, ഫ്രോയിഡ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിനൈൽ, കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുക, അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അടിയുറച്ച് അതിങ്ങനെ എന്താണ് ഉറപ്പിക്കുക. ക്ലെയിമിങ് ഓർ ബിലീവിംഗ് ദാറ്റ് വാട്ട് ഇസ് ട്രൂ ഇസ് ആക്ച്വലി ഫോൾസ്, സത്യമായിട്ടുള്ളത് ഫോൾസ് ആണെന്ന് ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ വിശ്വസിക്കുക, ഇതാണ് ഡിനൈൽ. അപ്പൊ കുറെ ആശ്വാസം കിട്ടും. അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് വിശ്വസിക്കുമ്പോ നമുക്കൊരാശ്വാസം കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഡിസ്പ്ലേസ്മെന്റ്, റീഡയറക്ടിങ് ഇമോഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ടാർഗറ്റ്. അങ്ങാടി തോറ്റയിന് അമ്മയോട്, ബോസ് ചീത്ത പറയുന്നത് ആ ദേഷ്യം ഫുള്ള് ഭാര്യനോട് ഓടിട്ട് തീർക്കുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടാർഗറ്റിലേക്ക് ഇമോഷൻ റീഡയറക്ട് ചെയ്യുക, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങാടി തോറ്റയിന്. ഇനി ഇന്റലക്ച്വലൈസേഷൻ ഉണ്ട്, ടേക്ക് എൻ ഒബ്ജക്റ്റീവ് വ്യൂ പോയിന്റ്, വളരെ ആധികാരികമായിട്ട് അതിനെ കാണാം, ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കുക, അപ്പോഴും സമാധാനമാണ്. ആ കുട്ടിക്ക് വിവരമില്ലാണ്ട് അങ്ങനെ പറഞ്ഞത് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അങ്ങനെയൊക്കെ ആധികാരികമായിട്ട് ചിന്തിക്കുക അല്ലെ, അങ്ങനെയൊക്കെ ഒരു ഒബ്ജക്റ്റീവ് വ്യൂ പോയിന്റ് എടുക്കുക. അല്ലെങ്കിൽ ആ പറഞ്ഞത് ശരിയാണ്, സംഭവം എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിലും അവള് പറഞ്ഞതിൽ കുറച്ച് സത്യമുണ്ട്, അത് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാണ്, ഒരു ഒബ്ജക്റ്റീവ് വ്യൂ പോയിന്റ്, അപ്പോഴും സമാധാനം കിട്ടും. അതാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊജക്ഷൻ ഉണ്ട്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് attributing uncomfortable feeling to others. അതായത് പിന്നെ നമ്മുടെ ചീത്ത ചിന്തകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഇതാക്കാം, ലൈക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ മേലിലേക്ക് അതൊക്കെ ആയുധം പോക്കാന്നൊക്കെ പറഞ്ഞു പരത്തുന്നൊക്കെ പ്രൊജക്ഷനാണ്.
ഇനി റാഷണലൈസേഷൻ ഉണ്ട്, ക്രിയേറ്റിംഗ് ഫോൾസ് ബട്ട് ക്രെഡിബിൾ ജസ്റ്റിഫിക്കേഷൻ. ക്രെഡിബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ, ഫോൾസ് ആയാലും പണ്ട് അവൾ എന്നോട്, ഞാൻ പറഞ്ഞില്ലേ പണ്ട് അവൾ എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, സോ ഞാനിപ്പോ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഫോൾസ് ആണ് പക്ഷെ ക്രെഡിബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരിക. ഒക്കെ ഈ രീതിയിലൊക്കെ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. റിയാക്ഷൻ ഫോർമേഷൻ, ഓവർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് വേ ടു ദ ഫിയർ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളോട് നേരെ ഓപ്പോസിറ്റിൽ പെരുമാറാം, വളരെ ഇഷ്ടത്തോടെ പെരുമാറാം. അതാണ് റിയാക്ഷൻ ഓർ ഫോർമേഷൻ, ഓപ്പോസിറ്റ് വേ ഓഫ് ഫിയർ. ഫിയറിന്റെ നേരെ ഓപ്പോസിറ്റ് വേയില് പെരുമാറാം. ഇനി റിഗ്രഷൻ ഉണ്ട്, ഗോയിങ് ബാക്ക് ടു ആക്ടിങ് എ ചൈൽഡ്. ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരു കുട്ടീനെ പോലെ കിടക്കപ്പായിൽ മുള്ള, അങ്ങനെ ബാക്ക് ടു ചൈൽഡിഷിലേക്ക് പോകുന്നതിനാണ്. വിരല് കുടിക്കുക. ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, കൊറോണയുടെ സമയത്ത് ആ കൊച്ചു ഒറ്റപ്പെട്ടു പോയി. ആ കൊച്ചിന്റെ ഗ്രാൻഡ് ഫാദറിന് കൂടെ ഒറ്റപ്പെട്ടു പോയി. ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ കുറച്ച് ഒരു മുൻകോപിയൊക്കെ ആയിരുന്നു. ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുഞ്ഞ് റിഗ്രഷൻ വന്നു, കൈ പിടിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് നേരെ ചൈൽഡ് ഡിഷിലെ ഒരു ഭാഗത്തേക്ക് പോകും. ഇനി റിപ്രഷൻ ഉണ്ട്, പുഷിങ് അൺകംഫർട്ടബിൾ തോട്ട്സ് ഇൻ ടു സബ് കോൺഷ്യസ്. നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള തോട്ട്സിനെ സബ് കോൺഷ്യസിലേക്ക് തള്ളിവിടുക അല്ലെങ്കിൽ അൺകോൺഷ്യസിലേക്ക് തള്ളിവിടുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി സബ്ലിമേഷൻ ഉണ്ട്, റീഡയറക്ടിങ് റോങ് ഏർജസ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ്. അതായത് ഇടിക്കാനൊക്കെ ഒരു ത്വരയുള്ളവന് നേരെ പോലീസിലോ പട്ടണത്തിലൊക്കെ പോയി ചേരാന്നിട്ട് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഈ സദാചാരക്കാരൊക്കെ സബ്ലിമേഷനാണ്. വീട്ടിൽ തീർക്കാൻ പറ്റാത്തത് പുറത്താരുടെങ്കിലും ലൈക്ക് സോഷ്യലി ആക്സെപ്റ്റബിൾ കേട്ടോ, സമൂഹം അംഗീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ. ഈ സദാചാരമൊക്കെ അതന്നെ സബ്ലിമേഷന് നല്ലൊരു ഉദാഹരണമാണ്. അപ്പം ഇഡും സൂപ്പർ ഈഗോവും ഉണ്ടാക്കുന്ന ത്രെട്ടിനെ മറികടക്കാൻ ഈഗോ എടുക്കുന്ന സ്ട്രാറ്റജിയാണ് എന്ത്, ഡിഫൻസ് മെക്കാനിസം. അതിൽ കുറച്ചെണ്ണാണ് പറഞ്ഞത്. ഡിനയല്, കംപ്ലീറ്റ്ലി അതില്ലാന്ന് വിശ്വസിക്കുക, ഡിസ്പ്ലേസ്മെന്റ്, അങ്ങാടി തോറ്റൊരു അമ്മയോട്, ഇന്റലക്ച്വലൈസേഷൻ, എല്ലാം ഒരു വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വ്യൂ പോയിന്റിലൂടെ നോക്കി കാണുക. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന അൺകംഫർട്ടബിൾ ഫീൽ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ പറ്റി കുറ്റം പറയുക, അങ്ങനത്തെ സംഭവം ഇല്ലേ. ഇനി റാഷണലൈസേഷൻ ഉണ്ട്, തെറ്റായ എന്നാൽ ക്രെഡിബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ തരാം. റിയാക്ഷൻ ഫോർമേഷൻ നേരെ ഓപ്പോസിറ്റ്, ഒട്ടും ഇഷ്ടമില്ലാത്ത ആളോട് വളരെ ഇഷ്ടത്തിൽ പെരുമാറാം, അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. റിഗ്രഷൻ, ചൈൽഡിഷ് ആക്ട്, നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവുക. റിപ്രഷൻ, അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസിലേക്ക് നമ്മുടെ ഓർമ്മകളെ തള്ളിവിടുക. സബ്ലിമേഷൻ, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ തെറ്റായ ഏർജസ് പ്രതിഫലിപ്പിക്കുക. ഓക്കെ ആണോ? ഇത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുതരാം കേട്ടോ. ഇനിയാണ് സൈക്കോ അനലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഈ സൈക്കോ അനലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, ഫ്രോയിഡ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഈ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയലിനെ കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ റിസോൾവ് ചെയ്യാണ്. പ്രീവിയസ് ക്ലാസ്സിൽ ഞാനൊരു കേസ് ഒക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Psychoanalytic therapy involves revealing repressed fantasies and fear, both in feeling and in thought. കണ്ടോ, നമ്മുടെ തോട്ടിലും ഫീലിംഗിലും ഒക്കെ നമ്മൾ അൺകോൺഷ്യസ് കൊണ്ടിട്ട് സാധനം റിവീൽ ചെയ്യിപ്പിക്കുക, അതിലൂടെ അത് സോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. This process involves transference, and that is projection of the attitude and emotions originally directed toward the parents onto the analytic. This is necessary for the successful of the treatment. ഈ സൈക്കോ അനാലിസിസിൽ വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫറൻസ് ആണ്. അതായത് നമുക്ക് ഈ ചെറുപ്പത്തിൽ ഇപ്പം അച്ഛനോട് തോന്നിയ, ഞാൻ പറഞ്ഞില്ലേ അന്നൊരു കേസ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അച്ഛൻ അമ്മയോട് ചെയ്ത കാര്യങ്ങൾ അത് പ്രൊജക്ട് ചെയ്യും നമ്മൾ ആരിലേക്ക്, നമ്മുടെ തെറാപ്പിസ്റ്റിലേക്ക്. അതായത് അന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അപ്പൊ ഓർത്തെടുത്ത് ആ ഒരു സിഗ്നിഫിക്കന്റ് അടിച്ച അച്ഛനായിട്ട് നമ്മൾ തെറാപ്പിസ്റ്റിനെ കാണും, അമ്മയായിട്ട് തെറാപ്പിസ്റ്റിനെ കാണും, അല്ലെങ്കിൽ ആ ചെറുപ്പകാലത്ത് നമ്മുടെ സിഗ്നിഫിക്കന്റ് അതർ ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ആ ആളോട് അന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ തെറാപ്പിസ്റ്റിലേക്ക് ഇറക്കി വെക്കുക. ഈ ഒരു പ്രക്രിയ ട്രാൻസ്ഫറൻസ് എന്നാണ്. സൈക്കോ അനാലിസിസിൽ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന സംഭവം കൂടി ഉണ്ട്. ചിലപ്പോൾ തെറാപ്പിസ്റ്റിന് ക്ലയന്റിനോട് അങ്ങോട്ട് തോന്നാം, അതിനെയാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. Access of these repressed fear is gained
often through dream interpretation, where the manifest content in dreams is understood as a symbolic expression of hidden or latent content. കണ്ടോ, നമ്മുടെ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ കോൺഷ്യസ് ആക്കാൻ ഏറ്റവും നല്ലൊരു വഴി ഡ്രീം അനാലിസിസ് ആണ്. അതായത് നമ്മൾ കാണുന്നത് ശരിക്കും എന്താണ്, സിംബോളിക് ആയിട്ടുള്ള ലാറ്റൻ കണ്ടന്റ് ആയിരിക്കും, അതിന് ഹിഡൻ, ഒരു കുതിര ഓടുന്നതായിരിക്കും കാണുന്നത്. അപ്പൊ ഞാൻ ആ കേസ് ഇട്ടരാട്ടോ, നമ്മുടെ ഒരു കേസ് ഹിസ്റ്ററി ഉണ്ട്, ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ആ കേസ് സ്റ്റഡിയിൽ കറക്റ്റ് പറയുന്നുണ്ട് കുതിരേനെ ആയിരുന്നു ആ കുട്ടി എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ കുതിര എന്നുള്ളത് കാണുന്നത് ലാറ്റൻ കണ്ടന്റ്, അതിന്റെ ഉള്ളിലുള്ള അർത്ഥം അച്ഛനോടുള്ള പേടിയായിരുന്നു. അപ്പൊ ഉള്ളർത്ഥത്തിനെയാണ് മാനിഫെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്നതിന്റെ ഉള്ളർത്ഥം, നമ്മൾ കാണുന്നവർ ചിലപ്പോൾ എന്തോ ഒരു ബന്ധമില്ലാത്ത സാധനമായിരിക്കും, ആ പിന്നെ ഡ്രീമിന്റെ ഉള്ളർത്ഥം കണ്ടെത്തിയാൽ അത് അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഫ്രോയിഡ്. Internal censorship demands that the wish be transformed, leading to a disguised or symbolic representation. അതായത് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ. ഇപ്പൊ സെക്സിനോട് കൂടുതൽ താല്പര്യമുള്ളവർ പാമ്പിനെ സ്വപ്നം കാണുക, കുതിര ഓടുന്ന സ്വപ്നം കാണുക, അങ്ങനെ അത് സിംബോളിക് ആയിട്ടാണ് നമ്മൾ സ്വപ്നം കാണുക. അതിനൊരു ഉള്ളർത്ഥം ഉണ്ടെന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. The source of dream content result from lost memories, linguistic symbols and repressed എക്സ്പീരിയൻസ്. കണ്ടോ, ഡ്രീമിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ലോസ്റ്റ് മെമ്മറീസ്, ലിംഗ്വിസ്റ്റിക് സിംബൽസ്, റിപ്രസ്ഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. ഡ്രീം ആർ ഗാർഡിയൻസ് ഓഫ് സ്ലീപ്പ് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ദാറ്റ് ഈസ് wish fulfillment that arise in response to inner conflict and tension, whose function is to allow the subject to continue sleeping. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങളും വിഷസ് ഒക്കെയാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങളിലൂടെ കാണുന്നത്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് നമ്മൾ തള്ളിവിട്ട കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നങ്ങളിലൂടെ കാണുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഉണർന്നിരിക്കുമ്പോൾ ഓർമ്മയില്ലാത്ത അടുത്ത വീട്ടിലെ പയ്യനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു മരണമായിട്ട് ആ പെൺകുട്ടി സ്വപ്നം കണ്ടത്. Dream work is the production of dreams during sleep, the translation of demands arising from unconscious into symbolic objects and preconscious of objects of the preconscious and eventually the conscious mind of the subject. കണ്ടോ, നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഡ്രീം വർക്കിലൂടെ എന്താണ് അൺകോൺഷ്യസ് കിടക്കുന്നത് നമ്മൾ സിംബോളിക് ആയിട്ട് കാണാണ്. ഡ്രീമിൽ നമ്മൾ എന്താ കാണുന്നത്? അൺകോൺഷ്യസ് കിടക്കുന്ന സാധനമാണ് നമ്മൾ ഡ്രീമിൽ കൂടെ സിമ്പിൾ ആയിട്ട്. അപ്പൊ അൺകോൺഷ്യസിലേക്ക് ഭയങ്കര ഇന്നൊരാളോട് സെക്സ് ചെയ്യണം എന്നുള്ള ത്വര, അപ്പൊ അതായിരിക്കും ഞാൻ ചിലപ്പോ എന്തായിരിക്കും ഡ്രീമിൽ കാണുന്നത്, എന്താ ഒരു കുതിര ഓടുന്നൊക്കെ പോലെ. അപ്പൊ ആ കുതിര ഓടുന്നതിൽ നിന്ന് നമ്മൾ അതിന്റെ അർത്ഥം കണ്ടെത്തി അത് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാം. അതായത് ഈ ആളുടെ അൺകോൺഷ്യസ് കൊണ്ടു കിടക്കുന്ന മെറ്റീരിയൽ ഈ ഡ്രീമിലൂടെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരാം. ഇതാണ് സൈക്കോ അനാലിസിസിൽ ചെയ്യുക. ഡ്രീം ഇന്റർപ്രിട്ടേഷൻ ഇസ് ഡീകോഡിംഗ് ഓഫ് ദ സിംബൽസ്. നമ്മൾ ഈ കാണുന്ന സിംബൽസിനെ ഡീകോഡ് ചെയ്യുന്നതാണ് ഡ്രീം ഇന്റർപ്രിട്ടേഷൻ. മാനിഫെസ്റ്റ് കണ്ടന്റിനെ ഡീകോഡ് ചെയ്യുക. And recovery of their latent content, that is unconscious and hence hidden tensions and conflict that gives rise to dreams in the first place. കണ്ടോ, നമ്മുടെ അൺകോൺഷ്യസ് കിടക്കുന്ന ഹിഡൻ ടെൻഷൻ, ആ ടെൻഷൻ കാരണമാണ് കോൺഫ്ലിക്റ്റ് കാണുന്നത്. ആ കോൺഫ്ലിക്ട്സ് ആണ് നമ്മള് ഡ്രീമായിട്ട് സിംബോളിക് ആയിട്ട് കാണുന്നത്. ഈ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീകോഡ് ചെയ്താൽ ആളുടെ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ നമുക്ക് കണ്ടെത്താം. അതുവഴി ആളുടെ കോൺഷ്യസിലേക്ക് കൊണ്ടുവന്നാൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അവരെ അറിയിച്ചാൽ അത് അവരുടെ അൺകോൺഷ്യസിൽ പോവുകയും സോൾവ് ആവുകയും അതുവഴി ആളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? Evaluation. Some of the criticism typically raised against the Freudian theory are, ഇനി ഫ്രോയിഡിന്റെ തിയറിയിലുള്ള കുറച്ച് ക്രിറ്റിസിസം ആണ്. ഫ്രോയിഡ് ഹൈപ്പോത്തൈസിസ് ആർ നൈദർ വെരിഫയബിൾ നോർ ഫോൾസിബിൾ. അതായത് സത്യമാണെന്നും കണ്ടെത്താൻ പറ്റില്ല, തെറ്റാണെന്നും കണ്ടെത്താനും പറ്റിയിട്ടില്ല. അതായത് തെളിയിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. സത്യമാണെന്നും കള്ളമാണെന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. It is not clear what would count as evidence sufficient to confirm or refute theoretical claims. Sufficient ആയിട്ടുള്ള എവിഡൻസോ റെഫ്യൂസ് ചെയ്യാനുള്ള എവിഡൻസോ രണ്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഫ്രോയിഡ് ആകെ 20 കേസസോളം കണ്ടിട്ടുള്ളൂ. അത് ആ 20 വെച്ചിട്ടൊക്കെ എങ്ങനെ ആയിരിക്കും പറയാനും പറ്റില്ല എന്നോ. The theory is based on an inadequate conceptualization of experience of woman. വുമന്റെ എക്സ്പീരിയൻസ് വളരെ ഫ്രോയിഡ് കുറച്ചൊരു മെയിൽ ഷോവനിസം ഉള്ള ആളായിരുന്നു എന്ന് തോന്നിപ്പോ. ഫ്രോയിഡിന്റെ ചരിത്രമൊക്കെ കേട്ടാൽ നല്ല കൊക്കൈൻ അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് കൊക്കൈൻ്റെ നല്ല വശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഒക്കെ എഴുതിയിട്ട് ഏറിപ്പോയി, ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറിപ്പോയൊരു മനുഷ്യനാണ്. ചരിത്രം ഞാൻ വിശദമായിട്ട് യുജിക്കാർക്ക് എടുത്തു കൊടുത്ത ക്ലാസ്സിലുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തുതരാം. ഞാൻ ഫ്രോയിഡിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ കൗൺസിലിംഗ് ആയിക്കോട്ടെ, പിന്നെ
ക്ലിനിക്കൽ ആയിക്കോട്ടെ, ആ 3 വീഡിയോസ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ്. നാളെ സൺഡേ ഒക്കെയാണ്, വീട്ടിലിരുന്ന് കാണാം. അപ്പൊ ഇൻഅഡിക്വേറ്റ് കോൺസെപ്ച്വലൈസേഷൻ ആണ് experience of women. The theory overemphasized the role of sexuality in human psychological development and experience. Sexuality in human experience in psychological development ekkattilum upari sex inne sex ennulla vaakku parayan madiyum oru prashnokku ulla andakalathu parayumbol ഒത്തിരി ക്രിറ്റിസിസം മാട് വിട്ട് പോക്ക് വന്നിട്ടുണ്ട് ഫ്രോയിഡിന്. അപ്പൊ ഈ 3 ക്രിറ്റിസിസം ആണ് മെയിൻ ആയിട്ട്. തെളിവുകൾ വളരെ കുറവ്, എവിഡൻസ് ഇല്ല, തള്ളിക്കളയാനും ഇല്ല, സ്വീകരിക്കാനും ഇല്ല. അതൊരു പ്രശ്നമായിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫ്രോയിഡിനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട്? നമ്മുടെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, പിന്നെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് 5 ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി, ജെനിറ്റൽ. പിന്നെ 4മത്തത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസവും ആൻസൈറ്റിയും. 5മത്തത് സൈക്കോ അനാലിസിസ് എന്ന തെറപ്പി. ഇത്രയും കാര്യങ്ങളാണ് ഫ്രോയിഡിന്. എഗെയിൻ ഞാൻ പറയണ 3 വീഡിയോസ് എന്തായാലും കാണണം കേട്ടോ. അതിന്റെ നോട്ടും കേസ് സ്റ്റഡി ഒക്കെ ഞാൻ വിട്ടേ. ഓക്കെ ആണല്ലോ? ഇനിയാണ് അടുത്ത അപ്രോച്ച്. അപ്പൊ സൈക്കോ അനാലിസിസ് തീർന്നിട്ടോ. ഇനി അടുത്ത അപ്രോച്ചിന്റെ പേരാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. 2ാം ലോക മഹായുദ്ധ കാലത്ത് കയ്യും കാലും ഒക്കെ പോയിട്ട് കിടക്കാണ്. ആ ആൾക്കാർക്ക് ബിഹേവിയറിസവും സൈക്കോ അനാലിസിസും ഒന്നും അവിടെ ഏൽക്കാത്തൊരു സമയമാണ്. ഈ ഹ്യൂമനിസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയറിയും കൂടി കേട്ടോ. ഹ്യൂമനിസം, മനുഷ്യരെല്ലാരും നല്ലവരാണ്, അവർക്കനുസരിച്ച്, അതായത് അവരാർക്കോ വേണ്ടി ജീവിക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം വരുന്നത്. അവർ റിയൽ സെൽഫായിട്ട് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും വരില്ല എന്നുള്ള രീതിയിൽ പറയുന്ന തിയറിയാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. മനുഷ്യത്വമായിട്ടുള്ള ഒരു അപ്രോച്ച് കേട്ടോ. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ശരിക്കും സൈക്കോളജിയിൽ ഇപ്പൊ നിലവിൽ 3 ഫോഴ്സസ് ആണ്. ഫസ്റ്റ് ഫോഴ്സ് സൈക്കോ അനാലിസിസ് ആണ്, സെക്കൻഡ് ഫോഴ്സ് ബിഹേവിയറിസം ആണ്, തേർഡ് ഫോഴ്സ് ഹ്യൂമനിസം ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കോളൂ. അപ്പൊ അക്കോർഡിംഗ് ടു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, അബ്നോർമാലിറ്റി റിസൾട്ട് ഫ്രം റിഫ്യൂസൽ ടു ആക്സെപ്റ്റ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് ഓൺ ആക്ഷൻ ആൻഡ് തോട്ട്സ്. ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ലാത്തതാകുമ്പോഴാണ് നമ്മളൊക്കെ എന്തായിട്ട് മാറുന്നത്. എനിക്ക് പഠിക്കാൻ പോകണം, അച്ഛൻ വിടുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള മടി, അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോണ്ടാന്ന് പറയുമ്പം പിന്നെ സ്വന്തമായിട്ട് പോയി ജോലി ചെയ്യാം എന്നുള്ള ആ മടി, പോകുന്നില്ല, റെഫ്യൂസ് ചെയ്യാൻ പേഴ്സണൽ. ഞാൻ പഠിച്ചത് എനിക്ക് ജോലി ചെയ്യാനാണ്, എനിക്ക് ജീവിക്കാനാണ് എന്നുള്ള ബോധം ഇല്ലാണ്ട് അത് റെഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അബ്നോർമാലിറ്റി വരാ. അതായത് ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, സ്വന്തമായിട്ട് കാര്യം ചെയ്യാൻ നമ്മൾ മറ്റൊരാളെ പേടിക്കുകയോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമോ എന്ന് ചെയ്യുന്ന വെച്ച് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരിക എന്നാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. 2 പ്രൊമിനന്റ് വ്യക്തിത്വങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് എബ്രഹാം മാസ്ലോയും 2 കാൾ റോജേഴ്സും കേട്ടോ. സോ ഹ്യൂമൻ ബിഹേവിയർ ഇസ് കോസ്ഡ് ബൈ ദ ചോയ്സ് വി മേക്ക് വോളണ്ടറി. നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ചോയ്സ് കൊണ്ടാണ്. ഭർത്താവ് പോണ്ടെന്ന് പറഞ്ഞു, ഞാൻ പോകുന്നില്ല. നമ്മൾ ആ പോവാത്ത കാരണം ഇപ്പൊ എനിക്ക് പ്രശ്നം. അല്ലെങ്കിൽ അച്ഛൻ കല്യാണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്നു, എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അല്ലേ? The humanistic theorists assume that human nature is inherently good and abnormal aggressive behavior is caused by the society but not by the individual. മനുഷ്യരെല്ലാരും നല്ലതാണ്, അവൻ അബ്നോർമൽ ആവാൻ കാരണം അവന്റെ സമൂഹമാണ്, സൊസൈറ്റി ആണ് എന്ന് എഴുതാം. Carl Rogers, along with Abraham Maslow, rejected the deterministic nature of both the psychoanalysis and behaviorism. ബിഹേവിയറിസത്തിനെ സൈക്കോഅനാലിസിസിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഈ ഹ്യൂമനിസം പൊട്ടിമുളച്ചു വരുന്നത്. 2 പ്രൊമിനന്റ് വ്യക്തിത്വങ്ങളാണ് ഇവിടെ, കാൾ റോജറും എബ്രഹാം മാസ്ലോയും. And maintain that we behave as we do because of the way we perceive our situation. നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെ, ഞാൻ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഉപ്പ ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ ഉപ്പ എന്നെ തല്ലും, സോ അത് കെട്ടിയേക്കാം, താല്പര്യമില്ല. അപ്പൊ നമ്മൾ സിറ്റുവേഷൻ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അത് കാരണമാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ സൈക്കോ അനാലിസിസിലെ പോലെ അൺകോൺഷ്യസോ ബിഹേവിയറിസത്തിലെ പോലെ കണ്ടുപഠിക്കുന്നതോ ഒന്നുമല്ല എന്നാണ് ഹ്യൂമനിസത്തില് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? ഓക്കെ മാം. ഞാൻ വീട്ടിലാണ്, എവിടെന്നോ മഴപ്പാച്ച വരുന്നു. അപ്പൊ
ഇനി പറയാൻ പോകുന്നത് സെൽഫ് ആൻഡ് കോൺഗ്രൻസ് കേട്ടോ. ആദ്യത്തെ ടോപ്പിക് ആണ് സെൽഫ് ആൻഡ് കോൺഗ്രൻസ്. റോജറിനതാട്ടോ. അതായത് റോജർ പറഞ്ഞത് എന്താ അറിയോ, നമുക്കൊരു റിയൽ സെൽഫും ഒരു ഐഡിയൽ സെൽഫും ഉണ്ടെന്നാണ്. ഓക്കെ, ഈ റിയൽ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളില്ലേ, അതാണ് റിയൽ സെൽഫ്. സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹം നല്ലതെന്ന് പറയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മളില്ലേ, അതാണ് ഐഡിയൽ സെൽഫ്. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇൻകോൺഗ്രൻസ്. ഇപ്പൊ റിയൽ സെൽഫിൽ ഒരു പെൺകുട്ടിക്ക് ജോലിയൊക്കെ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്നാണ്. പക്ഷെ ഐഡിയൽ സെൽഫോ അവൾ നല്ല മരുമകളായിട്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോഴൊരു ത്രെട്ടനിങ് സിറ്റുവേഷൻ വന്നാൽ അവൾക്ക് ആൻസൈറ്റി വരും, അത് അവളെ സൈക്കോസിസിലേക്ക് എത്തിക്കുമെന്നാണ്. അപ്പൊ അവളുടെ അച്ഛന് സുഖം ഇല്ലാണ്ടായി, അപ്പൊ അവൾക്ക് ഭർത്താവിന് മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരികയാണ്, അപ്പൊ അവൾക്ക് ആൻസൈറ്റി വരികയാണ്. അപ്പൊ അത് അവൾ മറികടക്കാൻ എങ്ങനെയൊക്കെയോ നോക്കുന്നു, വീണ്ടും അവൾക്ക് പ്രശ്നം വരികയാണ്, അത് അവളെ മാനസിക രോഗിയാക്കും, അല്ലെങ്കിൽ അവൾക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല. അതൊക്കെ ത്രെട്ടനിങ് ആണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, ഫുള്ള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ ഏകദേശമെങ്കിലും അത് മാച്ച് ആവണം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോ ജീവിക്കുന്നതുമായിട്ട് തൊടു ബന്ധമില്ല എങ്കിൽ അത് നമുക്ക് ശരിക്കും പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കാൾ റോജേഴ്സ്. അദ്ദേഹത്തിന്റെ തെറപ്പിയുടെ പേരാണ് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി, അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി, അല്ലെങ്കിൽ റോജറിയൻ തെറാപ്പി എന്നൊക്കെ. Central to Rogers' theory is the notion of self or self-concept. Rogers' theory സെൽഫിനെ പറ്റിയിട്ടാണ്. This is defined as the organized, consistent set of perception and beliefs about oneself. നമ്മളെ പറ്റി തന്നെ ഉണ്ടാക്കുന്ന വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പെർസെപ്ഷൻ, ബിലീഫ്സ്, ഇതിനെയൊക്കെയാണ് സെൽഫ് എന്ന് പറയുന്നത്. Okay? It consists of all the ideas and values that characterize I and me, and includes perception and value of what I am, what I can do. ഞാൻ, me, I, me. അല്ലെ, ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു നോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെൽഫ് എന്ന് പറയുന്നത്. Consequently, the self-concept is a central component of our total experience and influence both our perception of world and perception of oneself. നമ്മള് ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, അതുകൊണ്ടാണ് അവരെന്നോട് ഇങ്ങനെ. നമ്മളെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും ഒക്കെ നമ്മൾ ഈ സെൽഫ് വെച്ചിട്ടാണ്. ഞാൻ പഠിത്തമില്ലാത്തവളായിരിക്കും, അല്ലെ, ഞാൻ ജോലി ഇല്ലാത്തവനായിക്കൊണ്ടായിരിക്കും ചേട്ടൻ എനിക്ക് പൈസ തരാത്തത്, അല്ലെ. നമ്മളെ പറ്റിയും നമ്മളുടെ ചുറ്റുപാടിനെ പറ്റിയും നമ്മൾ നോക്കിക്കാണുന്നതും ഈ സെൽഫ് വെച്ചിട്ടാണ്. Okay, for instance, a woman who perceives herself as a strong may well behave and confident and come to see her actions as action performed by someone who is confident. Okay, ഒരു ലേഡി അവൾ സ്ട്രോങ് ആണെന്ന് അവൾ സ്വന്തമായിട്ട് പെർസീവ് ചെയ്യുകയാണെങ്കിൽ വെൽ ബിഹേവ് ചെയ്യും, അവര് കോൺഫിഡന്റ് ആയിരിക്കും. കം ടു സീ ഹർ ആക്ഷൻസ് ആസ് ആക്ഷൻസ് പെർഫോം ബൈ someone who is confident. ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ആള് ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ നമ്മളെ പറ്റി തന്നെ വിലയിരുത്തും. അതായത് നമ്മളെ പറ്റി ഉണ്ടാക്കി വെക്കുന്ന നമ്മളെപ്പറ്റി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സെൽഫിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെയും ലോകത്ത്. ഇപ്പം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവൾ കോൺഫിഡന്റ് ആയിരിക്കും, അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾ കോൺഫിഡന്റ് ആയിരിക്കും, അവൾ അവളെ തന്നെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ട്, അതായത് സമൂഹത്തിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും അവൾ അവളെയും കാണുന്നത്. നേരെ മറിച്ച് നേരെ തിരിച്ചും, അതായത് നമ്മളെപ്പറ്റി ഉണ്ടാക്കി വെക്കുന്ന ചിത്രം വെച്ചിട്ടാണ് നമ്മൾ നമ്മളെയും നമ്മുടെ ചുറ്റുപാടിനെയും വീക്ഷിക്കുക എന്നാണ്. അപ്പൊ സെൽഫിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആര് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ റോജർ കൊടുത്തിട്ടുള്ളത്. The self-concept does not necessarily always fit with the reality, and the way we see ourselves may differ greatly from how others see us. കണ്ടോ, മറ്റുള്ളവർ ചിലപ്പോൾ നമ്മൾ നല്ല സുന്ദരിയായിട്ട് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനൊരു വിരൂപയാണ്. അതാണ് സെൽഫ് കോൺസെപ്റ്റ് ഡസ് നോട്ട് നെസസറിലി ഫിറ്റ് വിത്ത് റിയാലിറ്റി. റിയാലിറ്റി തന്നെ ആയിക്കൊള്ളുന്നില്ല, അല്ലെ. ഈ ബോഡി ഷേമിംഗ് ഒക്കെ ഏറ്റിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവരെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ ഉള്ളിൽ എന്താ, അവർ വിരൂപയായിരിക്കും. കാരണം സമൂഹം അവരങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടാവും. According to Rogers, we want to feel, experience, and behave in ways which are consistent with our self-image and which reflect what we would like to be, our ideal self. കണ്ടോ, നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഐഡിയൽ സെൽഫ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതായത് we want to feel, experience, and behave in ways which are consistent with our self-image. അതായത് സമൂഹത്തിന് വേണ്ട ആ സെൽഫ് ഇമേജ് കാത്തു സൂക്ഷിക്കാനുള്ള രീതിയിൽ ഒരു
ആളായിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ഇറങ്ങി പുറത്തു പോകണം, ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് അടിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അയ്യോ അതൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിലൊരു എന്താ പറയാ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ നിൽക്കുന്നത്. കാരണം സമൂഹത്തിന് അതാ വേണ്ടത്. അതൊരിക്കലും നമ്മൾ റിയൽ സെൽഫ് അല്ല, ഐഡിയൽ സെൽഫാണ്. സെൽഫ് ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എടുത്തണയുന്ന മുഖം മൂടിയാണ് എന്നാണ്. The closer of our self-image and ideal self are to each other, the more consistent or congruent we are, the higher of our sense of self-worth. നമ്മുടെ ഐഡിയൽ സെൽഫും സെൽഫ് ഇമേജും, അത് നമ്മളെ പറ്റി ഉണ്ടാക്കുന്നത്, നമ്മളിപ്പോ ജീവിക്കുന്നതും ഏകദേശം ഒരേപോലെയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു സെൽഫ് വർത്ത്, ഞാൻ വർത്ത് ആണെന്നുള്ള ഒരു സെൻസ് ഒക്കെ, അതായത് ഞാൻ എന്റെ റിയൽ സെൽഫ് പോലെ തന്നെയാണ് എന്റെ ഐഡിയൽ സെൽഫും എങ്കിൽ, ഹോണസ്റ്റ്ലി പറയാണ്, സൈക്കോളജിയിൽ വന്നതിന് ശേഷം കുറെയൊക്കെ റിയൽ സെൽഫിലാണ് ഇപ്പോൾ ഉള്ളത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ചെയ്യാറും, അല്ലെങ്കിൽ അതൊന്നും ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. ലൈക്ക് അത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് മാത്രമാണ് നഷ്ടം, നിനക്ക് വേണമെങ്കിൽ ചെയ്യാം അഫ എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. അതാണ് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ കോൺഗ്രന്റ് ആകുമ്പോൾ കുറെയൊക്കെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഓക്കെ, ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു സോളോ ട്രിപ്പ് പോകണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഉള്ള കുറെ ആഗ്രഹങ്ങളാണ്. എന്നാലും കുറെയൊക്കെ 12 മണിക്കൊക്കെ ഒറ്റയ്ക്ക് പോവാ എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. പണ്ടൊക്കെ പ്രേതത്തിനായിരുന്നു കേട്ടോ പേടി. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ പ്രേതത്തിനായിരുന്നു പേടി. ഇന്ന് സൈക്കോളജിയിൽ ഇറങ്ങിയപ്പോ അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജിയും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ചില ഹസ്ബൻഡൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്താ പറയാ, നീ ഇത്രയൊക്കെ ധൈര്യമായോ എന്നൊക്കെയുള്ള. 12 മണിക്കൊക്കെ ക്ലിനിക്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഓവർ വർക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചെയ്യാറുണ്ട്. ഞാൻ വണ്ടിയൊക്കെ എടുത്ത്, അപ്പം എന്റെ മദറൊക്കെ ചോദിക്കും, എനിക്ക് പേടിയില്ല. ലൈക്ക് അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു രാത്രിയൊക്കെ പുറത്തിറങ്ങുക അങ്ങനെയൊക്കെ ഉള്ളത്. ചിലപ്പോൾ നമ്മുടെ നാട്ടില് നമുക്ക് ചിലപ്പോൾ ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിലും റൂമിലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു സെൽഫ് വർത്ത് ലൈക്ക് ആഗ്രഹങ്ങൾ അങ്ങ് തീർക്കാറുണ്ട്. നമ്മുടെ സമൂഹം നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മഞ്ചായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളെ റൂമിലെങ്കിലും, അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോ വീട്ടിലിങ്ങനെ ഇട്ട് നടക്കാം, അല്ലേ? അതായത് നമ്മൾ എന്താ പറയുക, അടക്കി പിടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ജീവിക്കുന്നത്. ചില പെൺകുട്ടികളൊക്കെ എന്നോട് പറയാറുണ്ട്, പിന്നെ വീട്ടുകാരിഷ്ടത്തിന് പിന്നെ കന്യാസ്ത്രീ ആവേണ്ടി വരിക, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർ നിർബന്ധത്തിന് നിക്കാബ് ഇടേണ്ടി വരിക, അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ആ ഒരു ചിട്ട അനുസരിച്ചിട്ട് ഈ പിന്നെ നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ പീരിയഡ്സിന്റെ സമയത്ത് ഒറ്റപ്പെട്ട് കിടക്കാം. ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന പോലും ഇല്ല, പക്ഷെ അവർ ആ ഒരു സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്നു. അവരുടെ റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് ഒക്കെ എവിടെ അവർ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവർ റിയൽ സെൽഫ് ഐഡിയൽ സെൽഫും കോൺഗ്രന്റ് ആയിരിക്കും. നേരെ മറിച്ച് സമൂഹത്തിന് വേണ്ടി അത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അവരുടെ റിയൽ സെൽഫുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. A person is state to be in a state of incongruence if some of the experience are unacceptable or undenied or distorted in the self-image. നമുക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചിലപ്പോൾ മുഖമൊക്കെ കാട്ടി മഞ്ചായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമൂഹം അവളെ കല്യാണം കഴിച്ച വീട്ടിൽ നിക്കാബ് ഇടണം എന്ന്, എനിക്ക് അടുത്ത് വന്ന കേസാണ്. ഡിവോഴ്സ് ആക്കാൻ പറഞ്ഞു, ആക്കി. കാരണം എനിക്ക് ഉറപ്പാ കൊച്ചു ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം ആ കൊച്ചു എന്താ പറയാ ആത്മഹത്യയിലേക്ക് പോകും, അല്ലെങ്കിൽ മാനസിക രോഗിയായി മാറും. ഇപ്പൊ ആ കൊച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, പഠിത്തം തീരാനായി. അപ്പം പ്രാന്തിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്ന രീതിയിൽ എത്തിപ്പോയി. കാരണം അത്രയും ഒരുങ്ങി നടക്കാൻ, അത്രയും നല്ല പഠിക്കുന്ന കുട്ടി കള്ളം പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചതാ. കല്യാണം കഴിച്ച വീട്ടിലോ മുഖം പോലും മറ്റൊരാളെ കാണിക്കാൻ പറ്റില്ല, അലക്കാൻ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, രാത്രി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭ്രാന്തമായിട്ടുള്ള ചിന്തകളാ വരിക. അതാണ് നമുക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ട് നമ്മള് ഡിനൈ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ആണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇൻകോൺഫിഡൻസ് വരാതെ നമ്മളെ മാനസിക പ്രശ്നത്തിലേക്ക്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ഇഷ്ടത്തിനൊത്താണോ, അറ്റ്ലീസ്റ്റ് ഒന്ന് മാച്ച് ആവുന്നുണ്ടോ, ഇച്ചിരിയെങ്കിലും മാച്ച് ആക്കാൻ നോക്കാം. As we prefer to see ourselves in ways that are consistent with our self-image, we may use defense mechanisms like denial or repression in order to feel less threatened by some of what we consider to be our undesirable feeling. നമ്മളെ തന്നെ തോന്നാണ്, അതായത് പ്രിഫർ ചെയ്യാണ് കൺസിസ്റ്റന്റ് വിത്ത് അവർ സെൽഫ് ഇമേജ്.
അവിടെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നത് ലെസ് ത്രെട്ടനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം എനിക്കെപ്പോഴും ഞാനിങ്ങനെ ഓവർലി റിലീജിയസ് ബേസ്ഡിൽ നടക്കുന്നവരൊക്കെ അല്ലാത്തവരൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അവരൊക്കെ മോശക്കാരാണെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഓവർലി റിലീജിയസ് ആയിട്ട് നടക്കുന്നവര് കുറച്ച് റിലീജിയസ് ബേസ്ഡ് അല്ലാതെ നടക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഓവർ ഈ അന്ധവിശ്വാസം ഒന്നും ഇല്ലാതെ നടക്കുന്നവര് എന്നോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, എന്നോടൊക്കെ എന്നെ മോത്തോക്കി പറയാറുണ്ട്, ഈമാൻ ഇല്ല, അല്ലെങ്കിൽ നീ നരകത്ത് പോവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം, അല്ലെങ്കിൽ നരകത്ത് പോകുന്നതും നിങ്ങളുടെ വിശ്വാസമാണ്. എനിക്ക് എന്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. പടച്ചോൻ പോലും ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണെന്നേ. എന്റെ പടച്ചോനല്ല നിങ്ങളുടെ പടച്ചോൻ. അതാണ് ഞാൻ എന്നോട് ചോദിച്ചാൽ പറയാം, എനിക്ക് എന്റെ പടച്ചോനോട് പ്രണയമാണ്. ഞാനൊരു എന്താ പറയാ ഒരു എനിക്ക് എന്ത് പറയാന്നൊരു കൂട്ടുകാരൻ ഹബീബാണ് എനിക്ക് എന്റെ ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോക്കി നടന്ന് എന്നെ എണ്ണയിലിട്ട് പൊരിക്കാൻ പോകുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്റെ ഐഡിയോളജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഐഡിയോളജിയിൽ നിങ്ങൾ ജീവിക്കാം, എന്റെ ഐഡിയോളജിയിൽ ഞാൻ ജീവിക്കാം. അപ്പം അതിൽ വരുന്ന ശിക്ഷകൾ ഞാൻ ഏറ്റുവാങ്ങാം. ഞാൻ തെറ്റാണെങ്കിൽ ആ ശിക്ഷകൾ എനിക്കാണ് കിട്ടുക, ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. നിങ്ങൾ അതില് ബുദ്ധിമുട്ടണ്ട, അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് ആരുടെ കാര്യത്തിലും ഇടപെടാൻ അങ്ങനത്തെ കാര്യത്തില്, കാരണം നമ്മളാണോ ശരി അവരാണോ ശരി എന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതാണ്. അപ്പോ എന്താന്ന് പറയുക, ഇതൊക്കെ എടുത്തു പറയാനുള്ള കാരണം പല മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് ഒത്തിരി മാനസിക രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. മുഖം കാണാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്ക് ഒരു മുഖം കാണിക്കണം അല്ലെങ്കിൽ മുഖം മറച്ചു വെക്കാൻ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയോട് മുഖം മറച്ചു വെക്കാൻ ആവശ്യപ്പെടുന്ന സമയം അത് ഇപ്പോഴും തർക്കങ്ങൾ നടക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നുണ്ട് അങ്ങനെ പറയുന്നില്ല, ഒരു വിഭാഗം പറയുന്നുണ്ട് അങ്ങനെ പറയുന്നു. അപ്പൊ അത് ശരിയാണോ തെറ്റാണെന്ന് ഒരു വിഭാഗത്തിനും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കുട്ടി ആ ജീവിതകാലം കഴിച്ചു കൂട്ടുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ മാനസിക രോഗത്തിലേക്കാണ് ആ കുഞ്ഞ് പോകുന്നത്. A person whose self-concept is incongruent with their real feelings and experience will defend themselves because the truth hurts. കണ്ടോ, അവരെ ഡിഫെൻഡ് ചെയ്യും, അവരെ ട്രൂത്ത് ഹേർട്ട് ചെയ്യും. ഞാനിപ്പോ ജീവിക്കുന്നത് കണ്ടോ, ആ ട്രൂത്ത് അവരെ ഹേർട്ട് ചെയ്യും. For example, a person on occasion may feel possessive but not want to see themselves as possessive. പൊസസീവ് തോന്നാം, പക്ഷെ അവർക്ക് പൊസസീവ് ആവണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരിക്കില്ല. They will therefore push it out of their awareness, leaving them with the self-images of a generous person, not at all possessive. അവരെന്താ പൊസസീവ് ഒന്നും ഇല്ലാതെ വെറുതെ കാണിച്ചു വിട്ടല്ലേ. റിയൽ സെൽഫിലൊക്കെ പൊസസീവ്നെസ് ഉണ്ട് കേട്ടോ. താനാ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, എനിക്ക് എന്തോ ഇഷ്ടമല്ല, അതങ്ങ് പറഞ്ഞാ മതി. നമ്മളത് പറയില്ല. അയ്യോ പറഞ്ഞ എന്നെ സംശയരോഗിയാക്കി നല്ല രീതിയിൽ പറഞ്ഞാ മതി, അതവിടെ ഉള്ളിലിടും. റിയൽ അല്ല, ഐഡിയൽ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരു സംശയരോഗിയായി കാണും എന്ന ഐഡിയൽ വിചാരിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയത്തില്ല. എപ്പോഴോ ഒരവസരത്തിൽ ഒന്നായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കും. The total experiencing individual, including all feelings and experience denied or accepted, is called organismic self by Roger. കാരണം നമുക്ക് ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസും നമ്മൾ ഡിനൈ ചെയ്ത, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത നമ്മുടെ ഫീലിംഗ്, അതിനെല്ലാത്തിനെയും കൂടെ റോജർ വിളിച്ച പേരാണ് ഓർഗാനിസ്മിക് സെൽഫ്. The greater the gap between organismic self and self-concept, the greater the chance of confusion and maladjustment. കണ്ടോ, അതായത് ഓർഗാനിസ്മിക് സെൽഫും സെൽഫ് കോൺസെപ്റ്റും ഒക്കെ തമ്മിൽ ഒത്തിരി കൺഫ്യൂഷനും മാലഡ്ജസ്റ്റ്മെന്റും ഒക്കെയാണ്. അതായത് എന്റെ ആ ഒരു ഓർഗാനിസ്മിക് സെൽഫ്, ഞാനിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഓർഗാനിക് സെൽഫ്. അതും ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ സെൽഫ് കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞേ, അടിച്ചു പൊളിച്ച് ജോലിക്കൊക്കെ പോയി അമ്മയ്ക്ക് സ്വന്തം കാശ് കൊണ്ട് മരുന്ന് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച സെൽഫ് കോൺസെപ്റ്റ്. ഓർഗാനിക് സെൽഫ് എന്താ, വീട്ടില് മക്കള്, കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ, അങ്ങനെ ഇങ്ങനെ പുറത്തിറങ്ങാൻ പോലും ഇറങ്ങി വീട്ടു ജോലി ചെയ്തിട്ട് ആ ഒരു രോഗത്താണുള്ളത് കണ്ടോ. അപ്പൊ ഗ്രേറ്റർ
the distance between organic self and self concept, അവിടെ confusion maladjustment വരാം. The self-concept of the concurrent person, however, reflects the inevitability of chance that occurs in the environment and is therefore flexible. നേരെ മറിച്ച് ഒരു കോൺഗ്രന്റ് ആയിട്ടുള്ള ആൾക്ക് കുറെ കൂടി എന്താണ്, ഫ്ലെക്സിബിൾ ആണ് എല്ലാ കാര്യങ്ങളും. കാരണം അയാൾ ആഗ്രഹിക്കുന്ന പോലെയാണ് അയാൾ ജീവിക്കുന്നത്. അപ്പം ആൾക്ക് വരുന്ന എക്സ്പീരിയൻസും അയാൾ അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ കാരണമാണ്, ഞാൻ തന്നെ ചെയ്തല്ലോ, ഞാൻ അനുഭവിക്കാൻ പൊട്ടുമില്ല, അല്ലെങ്കിൽ അത് ഞാനന്ന് തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ അതിനനുസരിച്ച് എന്താണ്, പ്രശ്നങ്ങൾ കുറയുമെന്ന്. Flexible ആയിരിക്കും. Similarly, the closer the ideal self to the self-image, that is, the closer the person you would like to be, is how you will see yourself. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ കാണുന്നതെങ്കിൽ the more fulfilled and happier person you will. സത്യമാണ്, നമ്മൾ ഹാപ്പിയർ ആയിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എഞ്ചിനീയറിംഗ് എന്റെ ഐഡിയൽ സെൽഫ് ആയിരുന്നു. കാരണം എന്റെ മൂത്താപ്പ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം എഞ്ചിനീയറിംഗ് എടുത്ത വീട്ടുകാരും പറഞ്ഞ് എന്റെ ഇപ്പോഴും എനിക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല. എന്നിട്ട് ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ഒരാഴ്ച ജോലിക്ക് പോയപ്പോ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് കൂടുന്ന പണിയിൽ അവിടെ അത് ഉപേക്ഷിക്കുകയായിരുന്നു. റിഗ്രറ്റ് ഒത്തിരി വന്നു. പിന്നീട് ഇപ്പോ റിയൽ സെൽഫ്. അതുപോലെ തന്നെയായിരുന്നു എന്റെ ഒരു റിയൽ സെൽഫില്. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഒരാളുടെ കീഴിൽ നിന്നിട്ട് എന്താ പറയാ ഏൺ ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്ത ആയിരുന്നില്ല. അപ്പം തുടങ്ങുന്ന സമയത്തെ ഒരു ഡിഗ്രി സമയം തുടങ്ങുന്നതിലെ എന്റെ വിഷൻ എന്തായിരുന്നു, എനിക്കൊരു ക്ലിനിക്ക് ഇടണം, എനിക്കൊരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആവണം, എനിക്ക് സൈക്കോളജി പഠിപ്പിക്കണം. ആ ഒരു റിയൽ സെൽഫ് ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ PG കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ് എബ്രോഡ് ആയിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, നമുക്ക് അവിടെ സെറ്റിൽ ആവാം, എനിക്ക് ജോലിയൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞതാണ്. പക്ഷെ അതെന്റെ റിയൽ സെൽഫിലില്ല. എനിക്ക് എബ്രോഡ് ലൈഫ് ഇഷ്ടമല്ല, പോയി വരാൻ ഇഷ്ടമാണ്. അല്ലാതെ ഒരു വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരെയും വേണ്ടവരെയും ഒന്നും കാണാതുള്ള ഒരു ജീവിതം എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ എടുത്ത തീരുമാനമാണ്, ഐ ഹാവ് ടു സെറ്റിൽ ഇൻ മൈ ഹോം ടൗൺ, അല്ലെങ്കിൽ മൈ കൺട്രി. കേരളത്തില് എന്റെ ആളുകളുടെ ഇടയിൽ എന്റെ ആളുകൾക്ക് വേണ്ടപ്പം ഞാൻ ഓടി പോവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനമാണ്. സോ അതിന്റെ എനിക്കറിയാം ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ ഒത്തിരി, അപ്പം അത് ആദ്യം അതിനനുസരിച്ച് ഞാൻ പോയി. അത് ആ ഒരു തീരുമാനം എന്റെ റിയൽ സെൽഫ് അതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ചാണ് ഞാൻ പോകുന്നതെങ്കിൽ ഒരു 90% വെരി 99 തന്നെ പറയേണ്ടി വരും. എന്നാലും ഇനിയും കുറെ സ്വപ്നങ്ങൾ ബാക്കിയുണ്ട് അതിന് പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. സോ we can see that two kinds of incongruence can develop: incongruence between self-concept and organism self, and incongruence between ideal self and self-image. രണ്ട് കോൺഗ്രൻസ് ആണ്. ഒന്ന് എന്താണ്, നമ്മുടെ ഓർഗാനിസ്മിക് സെൽഫും സെൽഫ് കോൺസെപ്റ്റും, നമ്മളെ പറ്റി ഉണ്ടാക്കുന്ന സെൽഫ് കോൺസെപ്റ്റും നമ്മളിപ്പം എക്സ്പീരിയൻസും ഫീലും ചെയ്യുന്ന കാര്യങ്ങൾ, അത് തമ്മിൽ വ്യത്യാസം. പിന്നെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും, ഈ രണ്ടും തമ്മിൽ ഇൻകോൺഗ്രൻസ് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ മാനസിക പ്രശ്നങ്ങളിലേക്ക് ഉപ്പുകുത്തും എന്നാണ് റോജർ പറഞ്ഞിട്ടുള്ളത്. ഒരു പരിധി വരെ അതിൽ സത്യവും ഉണ്ട്. ഓക്കെ ആണോ? പേഴ്സൺ സെന്റേർഡ് തെറാപ്പി അടുത്ത ക്ലാസ്സിൽ എടുക്കാട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഈ ചാപ്റ്റർ തീരും കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് ഈ ചാപ്റ്റർ തീർന്നിട്ട് നമുക്ക് അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ട്യൂസ്ഡേ ആയിരിക്കും കേട്ടോ. അതിന് മുന്നോടിയായിട്ട് റോജറിന്റെ ഒരു ക്ലാസ് കൂടി ഉണ്ട്, അതുകൂടി ഞാൻ അപ്ലോഡ് ചെയ്ത് ഓക്കെ ആണോ? ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും, ഇനി ചൊവ്വാഴ്ച നമ്മൾ വീണ്ടും കാണും. It's me, Abdullah, signing off. Bye and take care. Happy weekend and a good night. Good night, ma'am. Okay.